ഹലോ ഗൈസ്, അഗ്നിപരീക്ഷയുടെ 10ാമത്തെ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അവിടെ 12 ആൾക്കാരുണ്ട്, 12 മെമ്പേഴ്സ്. 12 മെമ്പേഴ്സിനും കൂടിയിട്ട് റനീഷ വന്നിട്ട് ഒരു ടാസ്ക് ആണ് കൊടുക്കുക. ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യൂക്കി മോജിയും കിസി മോജിയും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കിസി മോജി ആൻഡ് ഇഷ്ടമില്ലാത്തവർക്ക് പ്യൂക്കി മോജി. അത് 12 ആൾക്കാരുണ്ടല്ലോ. 12 ആൾക്കാർക്കും കൂടിയിട്ട് ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിട്ട് അവർക്ക് ആർക്കൊക്കെയാണോ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത് അവർക്ക് വിത്ത് റീസൺ കൊടുക്കണം. അതാണ് ടാസ്ക്. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുന്നത് പൂജനെ. പൂജ വിളിച്ചിട്ട് കിസി മോജി ഷിബിനേക്കും പ്യൂക്കി മോജി ശ്യാമിനും കൊടുക്കും. നെക്സ്റ്റ് ശ്യാം വന്നിട്ട് കിസി മോജി പൂജക്കും പ്യൂക്ക് എൽദോനും കൊടുക്കുകയാണ്. അങ്ങനെ അപ്പൊ തന്നെ പൂജ ഒരു കൺഫ്യൂസ്ഡ് ആയി. പൂജ വിചാരിച്ചു ആദ്യം ഇവന് പ്യൂക്കി മോജി കൊടുത്തിട്ട് ഇവനെങ്ങനെ എനിക്ക് കിസി മോജി തരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത് എന്റെ കൺഫ്യൂസ്ഡ് ആണ്, ഞാൻ അവിടെ മാറിപ്പോയി, അങ്ങനെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എന്തൊക്കെയോ പൂജയുടെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ടാസ്ക് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. 12 ആൾക്കാരും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയത് ഷിജിനാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ ഷിജിൻ എല്ലാവരും കൂടി ഒന്ന് അവിടെ ഗ്രൂപ്പ് കളി എനിക്ക് തോന്നി. അവിടെ എല്ലാവരും കൂടി വാണ്ടഡ്ലി ഒന്നും ചെയ്യാത്ത ഒരാളെ പിടിച്ചിട്ട് ഇട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഷിജിൻ കൊണ്ടുപോയിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് ഷിജിനാണ്. 2 പേർക്ക് 4 വെച്ചിട്ട് ഒരു കിസി മോജി കിട്ടി. കിസി മോജി കിട്ടിയത് ലോലിറ്റക്കും പിന്നെ അഫിയ അങ്ങനത്തെ ആൾക്കാർക്കാണ് കിട്ടിയത്. അപ്പൊ ഇതിൽ തന്നെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് അവിടെ നെക്സ്റ്റ് ടാസ്കിന് ക്യാപ്റ്റൻ ആയിട്ട് അവർ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ സീസൺ നമ്പർ 7 ഇതേപോലെയാണ്. ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അനീഷിനെ പിടിച്ചിട്ട് എല്ലാവരും ഹേറ്റ് ചെയ്ത് ക്യാപ്റ്റൻ ആക്കൂല എന്ന് വിചാരിച്ച ഒരാളെ പിടിച്ച് ആദ്യത്തെ സീസണിൽ തന്നെ, അതായത് അനീഷിൻ ആദ്യ സീസണിൽ ആദ്യത്തെ ക്യാപ്റ്റൻ ആക്കി വിട്ട്. ആദ്യത്തെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ആരും വിചാരിച്ചില്ല ഇതായിരിക്കും സംഭവം. അതേപോലെ തന്നെ ഇവിടെ ഷിജിന് സംഭവിച്ചത്. എല്ലാവരുടെയും ഡിസ്ലൈക്ക് മേടിച്ച് ലാസ്റ്റ് ജഡ്ജസ് എന്ത് ചെയ്ത് അവരോട് ക്യാപ്റ്റൻ ആക്കി. അപ്പൊ അടുത്ത ടാസ്ക് തന്നെ ഷിജിന് ഇഷ്ടമല്ല ഡിസ്ലൈക്ക് പ്യൂക്ക് ഇമോജി കൊടുത്ത എല്ലാവരും വിളിച്ചിട്ട് ഷിജിൻ എന്ത് ചെയ്ത് സ്വന്തം ടീമിലേക്ക് വിളിച്ചങ്ങോട്ട് കയറ്റി. അതൊരു മണ്ട തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ മികച്ചൊരു മണ്ടൻ തീരുമാനം. എന്നിട്ട് ലോലിറ്റ വിളിച്ചത്, ലോലിറ്റക്ക് ഏറ്റവും താല്പര്യമുള്ളവരെയും ലോലിറ്റക്ക് ഏറ്റവും കുറച്ചും കൂടി കംഫർട്ട് സോൺ എന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് സ്വന്തം ടീമിൽ വിളിച്ച്. അതിനൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോലിയുടെ ടീം ജയിക്കുകയും ഇവന്റെ ടീം തോക്കുകയും ചെയ്തു. ജസ്റ്റ് 2 പോയിന്റ്സ് മാത്രമാണ് ഷിജിന്റെ ടീമിന് സ്കോർ ചെയ്യാൻ പറ്റിയത്. അവരാണ് 7 പോയിന്റ് എടുക്കുകയും ചെയ്തു ലോലിയുടെ ടീം. എന്നിട്ട് എന്ത് പറ്റി? രണ്ട് ടീം കൂടി തമ്മിൽ മത്സരിച്ചപ്പോൾ തോറ്റ ടീമിന് ആയിക്കൂടി സ്കോറിങ് കൊടുത്തത് ശ്യാമാണ്. ശ്യാം ആയിക്കൂടി കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. 2 പോയിന്റ്സ് കിട്ടി. എന്നിട്ട് അതിൽ ഏറ്റവും റോസ് പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ ടീം ഫുള്ള് മോശം പെർഫോമൻസ് ആണ്. അവരെല്ലാവരും പിടിച്ചിട്ട് ഔട്ട് ഹൗസിൽ കൊണ്ടിരുത്തി. എന്നിട്ട് മറ്റേ ടീമിൽ ജയിച്ച ടീമിൽ തന്നെ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചത് ഷിബിനെയാണ്. പക്ഷെ ആ ടീം ജയിച്ചതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അവര് പിടിച്ചിട്ട് സേഫ് ആക്കി കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത് എൽദോനാണ്. എൽദോ ഒരു നൈസായിട്ട് അവിടെ ഗെയിം കളിച്ചു. ഗെയിമിന്റെ ആ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിക്ചർ കൊടുക്കും. പിക്ചർ ഫ്യൂ സെക്കൻഡ്സോ ഒരു 50 സെക്കൻഡ്സോ എന്തോ കൊടുത്തിട്ട് അത് ആ പിക്ചർ നമ്മൾ മെമ്മറിയിൽ വെച്ചിട്ട് നമ്മ ചോദിക്കും അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, എത്ര സ്റ്റാർസ് ഉണ്ടായിരുന്നു, എത്ര വീടുണ്ടായിരുന്നു, എത്ര ആനിമൽ കണ്ണടച്ചിട്ടുണ്ടോ കണ്ണുവന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ അവര് മോസ്റ്റ്ലി എല്ലാവരും തെറ്റുത്തരങ്ങളാണ് ഷിജിന്റെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, ഒരാൾ മാത്രം ശ്യാം മാത്രം കറക്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഇഷ്ടമില്ലാത്തവർ, ഇവനെ കുറിച്ച് കുറ്റം പറയുന്നവർ, ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി ഇവനെന്ത് കാണിച്ചു, ഇവനെന്ത് ചെയ്തു, ഇവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിത്തിന് 2 മിനിറ്റ് മുമ്പ് കാണിച്ച ഒരു ഇമോജിയിൽ അല്ലെങ്കിൽ ഒരു പിക്ചറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ എന്ത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത് വാണ്ടല്ലേ അവന്റെ ടീം ജയിക്കുന്നത് എന്നുള്ളൊരു തോട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ്. നേരെ തിരിച്ചിട്ട് അവരുടെ ഓപ്പോസിറ്റ് ടീം എല്ലാം മോസ്റ്റ്ലി എല്ലാ ഉത്തരങ്ങളും പറഞ്ഞിട്ട് അവർ ജയിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഫിനിറ്റി പെൻഡൻ കിട്ടി. അത് എൽദോനായിട്ട്. എൽദോ നൈസായിട്ട് അവിടെ ഗെയിം കളിച്ചതുകൊണ്ട് എൽദോന് കിട്ടിയിട്ട് എൽദോന് അവിടെ ഒരു മൈക്ക് ടൈമാണ് കൊടുക്കുന്നത്. മൈക്ക് ടൈം അവിടെ പ്രസംഗിക്കാം കുറച്ചേരം നിന്നിട്ട് എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു അനലൈസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എൽദോന് കിട്ടുന്നത്. പക്ഷെ എൽദോ എന്ത് ചെയ്യുന്നു? എൽദോ സ്വയം അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്യുകയാണ്. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, അതാണ്. അപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് എന്തിനു വേണ്ടി തന്നാന്ന് അഖിൽ അവിടെ ചോദിക്കുന്നുണ്ട്. അഖിൽ ചോദിക്കുമ്പോ പറയുന്നത് തന്ന
ടൈം മൈക്ക് ടൈം എന്തിനു വേണ്ടിയാണെന്നത് മൊത്തത്തിൽ എന്തൊക്കെയാണോ എവിടേക്കാണോ പോരായ്മ അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊരു ഒരു അവലോകനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറഞ്ഞത് സ്വയം ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല. അതായത് അത് മൊത്തത്തിൽ എൽദോ മിസ്യൂസ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എവിക്ഷൻ, ഔട്ട് ഹൗസിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് എവിക്ഷനിലേക്ക് കൊണ്ടു നിർത്തി ടാഷി, അഫിയ, ഷിജിലാൽ, ഷാമൻ ഇവരെല്ലാവരെയും 1 by 1 ആയിട്ട് സേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ലാസ്റ്റ് ഷിജിന്റെ ജന്മം വന്നു. ഷിജിന്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനെ എല്ലാവരെയും കൂടി ഇവനെല്ലാവരെയും ഡിസ്ലൈക്ക് തന്നതല്ല അല്ലെങ്കിൽ പ്യൂക്കി മൂച്ചി തന്ന എല്ലാവരെയും പിടിച്ചിട്ട് ഇവൻ സ്വന്തം ടീമിൽ വിളിച്ചു വരുത്തിയിട്ട് ആ ടീം തോക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ വിചാരിച്ചു ജയിക്കും എന്ന് വിചാരിച്ചു. അതിലൂടെ എനിക്ക് തോന്നുന്നു ജഡ്ജസ് ഒക്കെ എല്ലാവരും കൂടി ഒരു ലെസൺ അവിടെ കൊടുക്കുകയാണ് ഷിജിനി. അതായത് നമ്മൾ ഇഷ്ടമില്ലാത്തവരെ സ്വന്തം ടീമിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണെങ്കിൽ പോലും അവിടെ തോറ്റിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം, ഇവനവിടെ എവിക്ഷൻ ഇല്ലായിരുന്നു. ഇന്നലെ അവര് എവിക്ഷൻ ഇല്ല. പക്ഷെ ഇവനൊരു ലെസൺ അവിടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വിളിച്ചു വരുത്തിയിട്ട് എവിക്ഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് അവിടെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന ഒരു കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പൊട്ടിക്കുക.